നല്ല ചോദ്യം. 18 വയസ്സ് തികഞ്ഞപ്പോ ഓടിപ്പോയി ലൈസൻസ് എടുത്ത്. ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനൊരു ഭയങ്കര മാതൃകാപരമായ ഡ്രൈവിംഗ് കാഴ്ചവെക്കുന്ന ഒരു മികച്ച വ്യക്തിത്വമൊന്നുമല്ല. എന്റേതായ മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാനും ഒരുപാട് ഇപ്പം പല AI ക്യാമറകളിലും ഒരുപാട് ഫോട്ടോസ് എന്റെ വണ്ടികളുണ്ട്. അതിന്റെയൊക്കെ ഫൈൻ ഞാൻ അടച്ചിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ഇപ്പോ ഞാൻ മര്യാദക്കാരനാണ്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പേര് പറഞ്ഞു. ഒരു മന്ത്രിന്റെ മുമ്പില് ലൈറ്റ് ഇട്ട് പോയത് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. 2014 അതൊന്ന് പങ്കുവെക്കാമോ? 2 പ്രാവശ്യം പിടിച്ചു എന്നുള്ളത് അന്ന് ന്യൂസിലുണ്ടായിരുന്നു. അത് നമുക്ക് സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ളൊരു സ്പേസ്. സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ് ആദ്യമായിട്ടൊരു BMW കാർ വാങ്ങിച്ചു. അപ്പോ ഈ BMW കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് എന്ന് പറയും, DRL. അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയുടെ പുറകെ പോവുകയാണ്. ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ ആ കോൺവോയുടെ പുറകെ പോയപ്പോ അതിന്റെ പുറകിലിരുന്ന ഒരു ഓഫീസറിന് ഒരു സംശയം, ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നതെന്ന്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കാര്യം BMW ലൈറ്റ് ഓണായി കിടക്കും. ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നത്തിൽ ഉണ്ടായൊരു ഇതായിരുന്നു അത്. പക്ഷെ സോൾവ് ആയി. ഓക്കെ ഓക്കെ, ഞാൻ സ്റ്റേഷനിൽ കയറിയായിരുന്നു. എൻ്റെ പേര് അബ്ദുള്ള. സാറേ, തിരക്ക് പിടിച്ച ആളാണല്ലോ. അപ്പോൾ ഉറക്കം വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ, അല്ലെ വണ്ടി സൈഡാക്കി നിർത്താറുണ്ടോ? ഉറക്കം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷന് തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടന് സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ രാത്രിയാണ് ഞങ്ങൾ അധികവും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് വിക്സ് മിഠായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി. അത് അല്ലെങ്കിൽ ചൂയിങ്കം കഴിക്കും. അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഉറക്കം വരുവാണെങ്കിൽ പറയുക. അതിൻ്റെ അകത്ത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. തൊടുപുഴയാണ് എന്റെ വീട്. പല സമയത്തും 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട്. അത് രാത്രിയാണ്. അപ്പൊ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ AC ഇട്ട് ഉറങ്ങാതിരിക്കുക. അല്ലെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് AC ഇട്ട് രാത്രി വണ്ടിക്കകത്ത് ഉറങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഗ്ലാസ് താത്തി ഇട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുക.